ഹലോ ഫിനിഷിലാണേൽ മോയ് മോയ്. ഇന്നെൻ്റെ ചെറിയ ഗ്രോസറി ഷോപ്പിംഗ് കണ്ടാലോ? നടക്കാവുന്ന ദൂരം ഉള്ളതുകൊണ്ട് ഞാൻ അവിടം വരെ നടന്ന് കേട്ടോ പോകുന്നത്. ആ കാണുന്നതാണ് സൂപ്പർ മാർക്കറ്റ്, എസ് മാർക്കറ്റ്. ഇത് എസ് ഗ്രൂപ്പിൻ്റെ അണ്ടറിൽ വരുന്നതാണ്. ഇത് കൂടാതെ ഇവർക്ക് ഹോട്ടൽസ്, പെട്രോൾ പമ്പ്, ബാങ്ക്, റെസ്റ്റോറൻറ്റ്സ് അങ്ങനെ കുറേ സ്ഥാപനങ്ങളുണ്ട്. ഞാൻ ബാങ്ക് അക്കൗണ്ട് എടുത്തപ്പം എസ് ബാങ്കിൽ നിന്നാണ് എടുത്തത്. ഈ സ്ഥാപനങ്ങളിൽ ഏതിൽ നിന്നേലും ഞാൻ പർച്ചേസ് ചെയ്താൽ എനിക്ക് എസ് ബോണസ് കിട്ടും. ഇത് കൂടാതെ ഇവിടെ കെ മാർക്കറ്റ്, പ്രിസ്മ, ലിഡിൽ അങ്ങനെ കുറേ സൂപ്പർ മാർക്കറ്റ്സ് ഉണ്ട്. ഞാൻ മിക്കപ്പോഴും പോവാറ് ഈ എസ് മാർക്കറ്റിൽ തന്നെയാണ്. ഇതാണ് നടന്നു വരാവുന്ന ദൂരമേ ഉള്ളൂ. ഇവിടെ ഇങ്ങനെ മിക്ക സാധനങ്ങൾക്കും ഓരോ നമ്പറുണ്ട്. അത് പാക്ഡ് അല്ലെങ്കിൽ നമ്മൾ തന്നെ വേ ചെയ്ത് അതിൻ്റെ പ്രൈസ് ലേബൽ ചെയ്യേണ്ടതാണ്. നമുക്ക് നാട്ടിലെ പോലെ അങ്ങനെ വെറൈറ്റി ഒന്നും നോക്കി വാങ്ങാനൊന്നും പറ്റത്തില്ല. ഞാൻ ആകപ്പാടെ സബോളയുടെയും ക്യാബേജിൻ്റെ വെറൈറ്റീസ് മാത്രമേ ഇവിടെ കണ്ടിട്ടുള്ളൂ. നമ്മുടെ അവിടെ എത്ര വെറൈറ്റി പഴങ്ങളുണ്ട്. പൂവമ്പഴം, ഞാലിപ്പൂവൻ, പാളയംകോടൻ, നേന്ത്രൻ, അങ്ങനെ എന്തേരെ. ഇവിടെ ആണെങ്കിൽ റോബസ്റ്റ മാത്രം. അങ്ങനെ ഒരു വ്യത്യാസമുണ്ട്. അവിടെ നമുക്ക് അധികം ഒന്നും നോക്കേണ്ടി വരത്തില്ല. ഞാൻ സൂപ്പർ മാർക്കറ്റിൽ വന്നു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതലും ചിലവഴിക്കുന്നത് ഈ ഫ്രിഡ്ജിൻ്റെ ഫ്രണ്ടിലാണ്. ഫിൻലൻഡിൽ റെയിൻഡിയറിൻ്റെ ഇറച്ചിയൊക്കെ കിട്ടുമെന്നൊക്കെയാണ് ഞാൻ കേട്ടിട്ടുള്ളത്. പക്ഷേ സൂപ്പർ മാർക്കറ്റിലൊന്നും ഞാൻ കണ്ടില്ല. എന്നാലും ഞാൻ എപ്പോൾ വന്നാലും ട്രാൻസ്ലേറ്റ് ഒക്കെ ചെയ്ത് നോക്കും. കൂടുതലും ഫിനിഷിലാണ് കൊടുത്തിരിക്കുന്നത്. മീനും അധികം വെറൈറ്റീസ് ഒന്നുമില്ല. ഞാൻ 2 തരം മീനാണ് കണ്ടിട്ടുള്ളൂ. സാൽമണും പിന്നെ വേറെ ഏതോ പേരറിയാത്ത മീനും. ഫ്രോസൺ ആയിട്ടുള്ളതും ക്യാൻഡ് ആയിട്ടുള്ളതൊക്കെ ഉണ്ട്. ബട്ട് അത് ഞാനങ്ങനെ പ്രിഫർ ചെയ്യാറില്ല. എങ്ങനെ പോയാലും 2-3 ദിവസം കഴിയുമ്പോൾ പിന്നെയും ഷോപ്പ് ചെയ്യാൻ വരണം. ഇതിപ്പോൾ എത്ര ആയി കാണുമോ ആവോ. വീട്ടിലെത്തും വരെ എൻ്റെ മനസ്സിൽ ചോക്ലേറ്റ് ആയിരുന്നു കേട്ടോ. ഇവിടെ വേറൊരാളുടെ മനസ്സിലോ